ഒരു നാടിനെ മുഴുവൻ ആശങ്കയിലാഴ്ത്തിരിക്കുകയാണ് ആലപ്പുഴ പെരുമ്പളത്തെ 22കാരന്റെ ആത്മഹത്യ. സമീപ സ്ഥലത്തുള്ള ഒരു സംഘം അഭിരാം എന്ന യുവാവിനെ കൂട്ടം ചേർന്ന് ആക്രമിച്ചതായും ഇതിൽ മണന്നൊന്ന് ആത്മഹത്യ ചെയ്തുവെന്നുമാണ് നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും ആരോപണം. 3 വർഷമായി പ്രദേശത്തെ കുട്ടികൾ ആക്രമണത്തിന് ഇരകളാകുന്നുവെന്നും രക്ഷിതാക്കൾ പറയുന്നു. അഭിരാമിന്റെ ആത്മഹത്യയിൽ പ്രതിഷേധിച്ച് വോട്ട് ബഹിഷ്കരിക്കുമെന്ന് പെരുമ്പളം പഞ്ചായത്തിലെ 200ഓളം വോട്ടർമാരും പറയുന്നുണ്ട്. പോലീസോ രാഷ്ട്രീയ പാർട്ടികളോ വിഷയത്തിൽ ഇടപെടുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. ശരണ്യ സ്നേഹജൻ ചേരുന്നു പെരുമ്പളത്ത് നിന്ന്. ശരണ്യ, ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് അഭിരാം എന്ന യുവാവിനെ ആത്മഹത്യ ചെയ്യുന്ന നിലയിൽ കണ്ടെത്തിയത്. ഈ സംഭവത്തിൽ ഇതിനുശേഷം ഗുരുതരമായിട്ടുള്ള ആരോപണം, ഒരു സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ആരോപണം ഉന്നയിച്ച് നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട്. ഇവർക്കെതിരെ പരാതി നൽകിയിട്ടും പോലീസോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളോ ഇടപെടുന്നില്ലെന്ന് പറയുന്നു. എന്താണ് ഈ യുവാവിന്റെ ആത്മഹത്യക്ക് കാരണമായി ബന്ധുക്കളും നാട്ടുകാരും ഉന്നയിക്കുന്ന വിഷയം? ശരണ്യ. ടോമ, ഇവിടെ വളരെ വിചിത്രമായ ഒരു സംഭവം എന്ന് തന്നെ നമുക്ക് പറയാം. എന്ന് വെച്ചാൽ 3 വർഷക്കാലമായി ഈ പെരുമ്പളം പഞ്ചായത്തിലെ ഇപ്പം നമ്മളുള്ളത് 2ാം വാർഡിലാണ്. ഇവിടുത്തെ ജനങ്ങൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന അമ്മമാരുടെയും രക്ഷകർത്താക്കളുടെയും, പ്രത്യേകിച്ച് രക്ഷകർത്താക്കളുടെയും കുട്ടികളുടെയും വലിയ ആശങ്കയുടെ കാര്യങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. അതിനു മുമ്പ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അഭിരാം എന്ന 22 വയസ്സുകാരന്റെ വീട്ടിലാണ്. അഭിരാമ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് അഭിരാമിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തൊട്ടടുത്ത് തന്നെയുള്ള ഒരു കോമ്പൗണ്ടിലായിരുന്നു തൂങ്ങി മരിച്ച നിലയിൽ അഭിരാം കണ്ടത്. അതിന് തൊട്ട് മുൻപത്തെ ദിവസം, അതായത് തിങ്കളാഴ്ച, അഭിരാമ പരസ്യമായ ക്രൂരമർദ്ദനത്തിന് ഇരയായി എന്നുള്ളതാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. അതായത് ഒരു സംഘം അക്രമി സംഘം അവരെ നിരന്തരം ഈ പ്രദേശത്തെ കുട്ടികളെ മർദ്ദിക്കുന്നു. അതായത് ഇതിലേക്ക് നയിക്കുന്ന കാര്യം എന്ന് പറയുന്നത് 3 വർഷം മുമ്പ് ഈ പ്രദേശത്തെ കുട്ടികളുമായി ഇവരൊരു സംഘർഷം ഉണ്ടായിരുന്നു. ആ സംഘർഷത്തിന് ശേഷം ഇവിടെയുള്ള ഏത് തലമുറയിൽപ്പെട്ട കുട്ടികളാണെങ്കിലും അവർ സ്കൂളിൽ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ പുറത്തേക്ക് പോവുകയോ, ഇവിടെ പെരുമ്പളം ദ്വീപാണ്, ഇവിടുന്ന് ജങ്കാർ വഴി മാത്രമേ പുറത്തേക്ക് പോകാൻ കഴിയൂ. ആ പ്രദേശത്തേക്ക് കുട്ടികൾ സഞ്ചരിക്കുമ്പോൾ അവർ മർദ്ദനത്തിന് ഇരയാകുന്നു എന്നാണ് രക്ഷകർത്താക്കൾ പറയുന്നത്. ഇത് സംബന്ധിച്ച് ഇവർ നിരവധി പരാതികൾ ഇപ്പോൾ പൂച്ചക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയാണ് പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുണ്ട്. പഞ്ചായത്തിൽ മാസ് പെറ്റീഷൻ ഈ വാർഡിലുള്ള ആളുകൾ നൽകിയിട്ടുണ്ട്. ഇതൊന്നും പ്രത്യേകിച്ച് CPM-ന് വളരെ സ്വാധീനമുള്ള ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. അത്തരത്തിൽ പരാതികളൊക്കെ നൽകിയിട്ടും ഈ പാർട്ടി തലത്തിൽ ഒരു സെറ്റിൽമെന്റ് നടത്തി ഇടികൊണ്ട്, അതായത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിനു മുമ്പ് ആക്രമിക്കപ്പെട്ട കുട്ടികളുടെ കുടുംബത്തിൽ നിന്നും 10,000 രൂപ വാങ്ങി ആ അക്രമി സംഘത്തിന് കൊടുത്ത് ഈ പരാതി ഇവിടെ പിൻവലിക്കുന്നു എന്നുള്ള രീതിയിൽ ഇവരെ കൊണ്ട് പറയിപ്പിച്ചിട്ട് പിന്നീട് നിരന്തരം ഇവർ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എന്തായാലും കഴിഞ്ഞ തിങ്കളാഴ്ച ഉണ്ടായ സംഭവത്തിന് ശേഷം, അക്രമത്തിന് ശേഷം, പരസ്യമായ മർദ്ദനത്തിന് ഇരയായ ശേഷം തന്റെ സുഹൃത്തുക്കൾക്കടക്കമുള്ള കുഞ്ഞനുജന്മാർക്കടക്കമുള്ള ആളുകൾക്ക് ഇനി ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടാവരുത് എന്ന് എഴുതി വെച്ചിട്ടാണ് അഭിരാം എന്ന 22 വയസ്സുകാരൻ ആത്മഹത്യ ചെയ്തത്. എന്തായാലും ഇവിടെ ഒരു കൂട്ടം രക്ഷകർത്താക്കൾ നമ്മളോടൊപ്പമുണ്ട്. ഇവർ പറയുന്നത് ഈ സംവിധാനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളിൽ ഒന്നും അവർ വിശ്വസിക്കുന്നില്ല, ഈ സംവിധാനങ്ങളിൽ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടിക്ക്, അഭിരാമിന്, ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായത്, ഇങ്ങനെ ഒരു ഗതികേട് വന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ 200ഓളം വരുന്ന വോട്ടർമാർ അവർ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ് അവർ ബഹിഷ്കരിക്കും, അതായത് വോട്ട് ചെയ്യില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ എല്ലാ മുന്നണികളോടും അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നമ്മളോടൊപ്പം ഇവിടെ ആശങ്കയോടെ ജീവിക്കുന്ന കുറെ അമ്മമാരുണ്ട്. തൊട്ടപ്പുറത്തായി നമ്മുടെ ദൃശ്യങ്ങൾ കാണുന്നത് അഭിരാമിന്റെ അമ്മയാണ്. ആ വീടിന്റെ ഏക ആശ്രയമായിരുന്ന ആളാണ് അഭിരാമ. ആ അഭിരാമ ആണ് ഇവർക്ക് നഷ്ടപ്പെട്ടത്. മാത്രമല്ല, ഈ ദൃശ്യങ്ങൾ കാണുന്ന കുട്ടികൾ, ഇവരുടെ കണ്ണുകളിൽ നിഴലിക്കുന്ന ആശങ്ക, ആ ആശങ്കയ്ക്ക് പോലും പരിഹാരം കാണാൻ ഇവിടുത്തെ ഭരണ സംവിധാനത്തിനോ ഒപ്പം തന്നെ നിയമ സംവിധാനങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഈ കുഞ്ഞുങ്ങൾ പറയുന്നത് ഇവർക്ക് പുറത്തേക്ക് പോകാൻ ഭയമാണ്, എവിടെ ചെന്നാലും മർദ്ദിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ആ സാഹചര്യത്തെക്കുറിച്ച് ഇവിടുത്തെ രക്ഷകർത്താക്കൾ തന്നെ പറയട്ടെ. അവരാണ് ഇതിനകത്ത് ഇരയാക്കപ്പെടുന്ന ആളുകളും. എങ്ങനെയാണ് ഒരു നിമിഷം അവരിലേക്ക് പോകുന്നതിന് മുൻപ്, ആരാണ് ഈ കുട്ടികളെ ഇതേ രീതിയിൽ മർദ്ദിച്ചത്? അവർക്ക് നേരെ പലപ്പോഴും ആക്രമണം ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അവരെ തിരിച്ചറിയാൻ കഴിയുമോ? ഈ സമീപത്തുള്ളവർ തന്നെയാണോ? സാമൂഹ്യ വിരുദ്ധരാണോ? ഇവർക്കെതിരെ പരാതി നൽകിയിട്ടും പോലീസ് യാതൊരു നടപടിയും സ്വീകരിച്ചില്ലേ? ശരണ്യ.
ടോമോ, അക്രമി സംഘം എന്ന് പറയുന്നത് ഒരുപറ്റം ചെറുപ്പക്കാരാണ് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. അവര് പലരും ലഹരിക്ക് അടിമയായിട്ടുള്ള ആളുകളാണ് എന്ന് പറയുന്നു. ലഹരി ഉപയോഗമൊക്കെ തന്നെയാണ് ഈ അക്രമത്തിലേക്ക്, ഈ കുട്ടികളെ ആക്രമിക്കുന്നതിലേക്ക് എത്തിക്കുന്നതെന്നുള്ളതാണ്. അവരുടെ പേരുകളടക്കം കഴിഞ്ഞ ദിവസം ആത്മഹത്യാ കുറിപ്പിൽ ഒരു ഉണ്ണി എന്ന് പറഞ്ഞ ഒരു ആളുടെ പേരുൾപ്പെടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ? ഈ ആക്രമിച്ച ആളുടെ ആത്മഹത്യാ കുറിപ്പിലുണ്ടായിരുന്ന ആളുടെ പേരെന്താണ്? ആനന്ദുണ്ണി. ഈ എന്താണ് ഈ 3 വർഷക്കാലമായിട്ട് ചേച്ചി ഒന്ന് നീങ്ങി നിൽക്കും, 3 വർഷക്കാലമായിട്ട് ഇവിടെ എന്താ സംഭവിക്കുന്നത്? 3 വർഷക്കാലമായിട്ട് ഒരു അമ്പലത്തിലൊരു ഉത്സവത്തിന് ആദ്യമായിട്ട് കുഞ്ഞുങ്ങൾ പോയതാണ്. അന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. അമ്പലത്തിൽ ചെന്നതിന് ശേഷം ഈ കുഞ്ഞുങ്ങൾ പരിപാടി കണ്ടിരുന്നപ്പോൾ ഈ പെരുമ്പളത്തിന്റെ തെക്ക് ഭാഗത്തുള്ള കുറച്ച് കുട്ടികൾ വന്ന് അവരെ ആക്രമിക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് പിന്തുടർച്ചയായിട്ട് കുട്ടികൾക്ക് ഒരിടത്ത് പരിപാടി കാണാനോ ഒരു കല്യാണ സ്ഥലത്ത് ഒന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവർ അവിടുന്ന് കുറച്ച് ഗുണ്ടകളെ പോലെ കുറേ കുട്ടികൾ വന്ന് ഇവരെ തല്ലിച്ചതച്ചതിന് ശേഷം നമ്മളപ്പോൾ ഉത്സവപ്പറമ്പിൽ ചെല്ലുമ്പോഴായിരിക്കും പറയണത് നിങ്ങളുടെ അടുത്ത പിള്ളേരെ തെക്കൊരു പിള്ളേർ വന്ന് ചതച്ചിട്ടേക്കുകയാണെന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ അറിയണത്. അപ്പൊ ഇതിങ്ങനെ തുടർന്നുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾ പഞ്ചായത്തിൽ ഒരു പരാതി കൊടുത്തു. രക്ഷിതാക്കൾ എല്ലാവരും കൂടി എടുത്ത് ഇവിടുന്ന് തെക്കേറ്റം വേണം പഞ്ചായത്തിൽ. ഞങ്ങൾ നടന്നാണ് എല്ലാവരും കൂടി പോയി പരാതി കൊടുത്തതിന് ശേഷം ഞങ്ങൾ ചെന്നപ്പോൾ പ്രസിഡന്റ് ഇല്ലാന്നിട്ട് വൈസ് പ്രസിഡന്റിലാണ് അപേക്ഷ കൊടുത്തത്. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടും ഇതിനൊരു മറുപടി ഇല്ലാഞ്ഞിട്ട് ഞങ്ങൾ പ്രസിഡന്റിനെ വിളിച്ച് ചോദിച്ചാണ് ഇങ്ങനെ ഒരു പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടായി, മാഡം കണ്ടില്ലെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഞാൻ തിരുവനന്തപുരത്തായിരുന്നെന്ന് പറഞ്ഞ് ഞാനിത് കണ്ടില്ലെന്ന് പറഞ്ഞ്. അതിനുശേഷം ഇവിടുത്തെ മെമ്പറിനോട് പറഞ്ഞ് മെമ്പർ ഇടപെട്ട് ഞങ്ങളെ പാർട്ടി ഓഫീസിലേക്ക് വിളിച്ച് ഇവിടുന്ന് ഞങ്ങളുടെ രക്ഷിതാക്കൾ കുട്ടികളും കൂടി പാർട്ടി ഓഫീസിലേക്ക് ഒത്തുതീർപ്പിനെന്നും പറഞ്ഞ് ചെന്നതിന് ശേഷം ഞങ്ങളിത് ചോദിക്കുകയും ചെയ്തു. ഞങ്ങൾ തന്നൊരു പരാതി എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രസിഡന്റിനെ കൊണ്ട് ചെയ്യാൻ പറ്റണതല്ല. ഇത് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ സമീപിച്ചിട്ടില്ലേ? പോലീസിൽ പരാതി കൊടുത്ത് കുഞ്ഞുങ്ങളെയൊക്കെ വിളിച്ച് അവര് അവിടുന്നും അവര് ഒത്തുതീർപ്പാണ് ഇവിടുത്തെ പ്രധാന ഘടകം. ഒത്തുതീർപ്പാക്കി ഇങ്ങനെ കൊണ്ടുവന്ന് 1 മാസം ഞങ്ങൾ സമാധാനത്തോടെ ഇരിക്കും. വീണ്ടും ഇത് തന്നെയാണ് ആവർത്തിച്ചോണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് ഭരിക്കുന്നത് ആരാണ്? CPM ആണ്. അപ്പൊ ഈ CPM പ്രവർത്തകരുടെ നേതൃത്വത്തിലാണോ ഈ സെറ്റിൽമെന്റ്? CPM പ്രവർത്തകരെ നമുക്ക് അടച്ചു പറയാൻ പറ്റില്ല. എല്ലാവരും ഒരുപോലെ എല്ലാവരല്ല. ഇതിൽ കുറച്ച് അവർക്ക് സപ്പോർട്ട് നിൽക്കുന്ന CPMകാരും DYFIക്കാരും ഉണ്ട്. ഈ അക്രമ സംഘത്തിന് കൂട്ടി നിൽക്കണവര്. ഈ കഴിഞ്ഞ ദിവസം അഭിരാം മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അക്രമത്തിന് ഇരയായി എന്നുള്ളതാണ് പറയുന്നത്. അന്ന് ഈ കാണുന്ന ചേച്ചിയുടെ വീട്ടിന്റെ മുന്നിൽ വെച്ചാണ് അഭിരാമിനെ ആ സംഘം ആക്രമിക്കുന്നത്. അവർ ആ സംഭവത്തെ കുറിച്ച് നമ്മളോട് വിശദീകരിക്കും. കഴിഞ്ഞ ദിവസം ഉണ്ടായതൊന്ന് പറയും. ഞങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ മകളോടി വന്നിട്ടും പറയണത് അഭിരാമിനെ എല്ലാവരും കൂടി തല്ലണമെന്ന് പറഞ്ഞു. ഞങ്ങൾ അമ്മയെ പിന്നെ എൻ്റെ ഭർത്താവും കൂടി ഓടിച്ചെന്നപ്പോൾ കൊച്ചിനെ വളഞ്ഞിട്ട് നല്ല തല്ലാണ്. ഇപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവരൊന്നും പറയണില്ല. അവരെ കൊച്ചു കഴുത്തിന് പിടിച്ച് നെരുക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾ പറഞ്ഞു തല്ലെന്ന് പറഞ്ഞ് പിന്നെയും തല്ലിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടുന്ന് ഞങ്ങൾ പിന്നെ അവനെ രക്ഷപ്പെടുത്തി ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നിരുത്തി. അപ്പോൾ അവിടെ വന്ന് വീട്ടിലും വന്ന് കയറി വീടിനകത്ത് കയറി ആക്രമിച്ചു. വീടിന് ഞങ്ങളുടെ പടിയുടെ അവിടെ വരെ കയറിയപ്പോൾ ചേട്ടൻ പറഞ്ഞു അകത്തേക്ക് കയറാൻ പറ്റിയല്ലെന്ന് പറഞ്ഞു. ആ പടിയുടെ അവിടെ വന്ന് പിന്നെയും കൊച്ചിനെ തല്ലി. അപ്പോഴും മരിക്കുന്നതിന് തൊട്ട് 9 ദിവസം അപ്പോൾ ഈ കുഞ്ഞ് തൊഴുതണ്ട് പറയണേ എന്നെ തല്ലല്ലേ. അപ്പോഴും ഞാൻ പറഞ്ഞു എന്താ മോനെ നീ ഇങ്ങനെ നിൽക്കണേന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ചേച്ചി അനങ്ങല്ലേ എന്നാ ഞങ്ങളോട് പറയണത്. എന്താണ് അവരുടെ കയ്യിൽ എന്തുകൊണ്ട് ആയുധങ്ങൾ കണ്ടായിരുന്നു. ഈ കൊച്ചിനെ അങ്ങനെ ഭീഷണിപ്പെടുത്തി കൊച്ചിനെ നിർത്തിയേക്കായിരുന്നു. അന്ന് നല്ലോണം ഉപദ്രവിച്ചു കൊച്ചിനെ. അതാണ് പറയുന്നത്. അതായത് പാടത്ത് ഇട്ട് അടിച്ച് ഓടി ഇവരുടെ വീട്ടിലേക്ക് കയറി വീടിന്റെ മുൻവശത്തും ഇട്ട് ഇവരുടെ മുമ്പിൽ വെച്ച് ഇവര് അടിക്കരുതെന്ന് പറഞ്ഞിട്ട് പോലും അതിനുശേഷവും ആക്രമിക്കപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. ഈ വീട്ടിലെ ആകെ ഒരു ആന്തരിയാണ്, ആകെ ഈ വീടിന്റെ ആശ്രയമായിരുന്ന ഒരു കുട്ടി. ഈ കുട്ടികളോട് നമുക്ക് ചോദിക്കാം. നിങ്ങൾ ഒന്ന് ഇറങ്ങി വന്ന് ചോദിക്കട്ടെ. നിങ്ങൾ കണ്ടിരുന്നോ അബ്രാമിനെ അടിക്കുന്നത്? എവിടെ വെച്ച മോനെ അടിച്ചത്? പാടത്ത് വെച്ച്. എന്താ ചെയ്ത അവര്? ഒരു ചേട്ടൻ ഓടി വന്ന് കൊഴുന്നാ കയറി പിടിച്ചൊരു ഒറ്റടിയോ മോതൊക്കെ കൊടുത്ത. അപ്പൊ അഭിച്ചേട്ടൻ ചോദിച്ചു കാര്യം എന്താന്ന് ചോദിച്ചിട്ടൊന്നും മിണ്ടണില്ല. അതുകൊണ്ട് തല നോക്കി ഒരു ചേട്ടൻ ഒറ്റടി ഒഴിച്ചു. എന്താ വെച്ചാ അവര് ഉപദ്രവിക്കുന്നൊക്കെ? കൈ വെച്ചൊരു കമ്പുണ്ടായിരുന്നു, വടി ഉണ്ടായിരുന്നു കയ്യില്. എന്നിട്ട് ഞങ്ങളവിടെ ഓടിക്കോളാൻ പറഞ്ഞു. അന്നേരം ഞങ്ങളെ ഓടി. മറ്റേ ആ ചേട്ടന്മാര് ഇങ്ങനെ വന്നിട്ട് ഇടിച്ച് കുറെ വട്ടം ഇടിച്ച്. ഒരു ചേട്ടൻ ഇങ്ങനെ കയറി പിടിച്ച് ഒരു ചേട്ടൻ ഇടിക്കായിരുന്നു. അത് എന്നിട്ട് ഞങ്ങൾ ഓടി പാർട്ടിക്കാരൊക്കെ ചെന്ന് വിളിച്ചായിരുന്നു. എന്നിട്ട് ആ ചേട്ടൻ ഇങ്ങനെ പിടിച്ചെന്റെ മൂരിയാണ്. പാർട്ടിയിലുള്ളൊരു ചേട്ടൻ അഭിരാമിന്റെ കഴുത്തിന് പിടിച്ചു കൊണ്ടുപോയി. അവരിങ്ങനെ തള്ളി ആ ചേച്ചി ഉള്ളിലാട്ട് കൊണ്ട് അവിടെ ചെന്നിട്ട് അവരുള്ളിലാട്ട് കയറ്റിട്ട് അവര് പോണില്ലായിരുന്നു. അവര് കൊറേ പറഞ്ഞിട്ട് അവര് പോയത്. ഇവിടെ ഇത് നിരന്തരം ഇത്തരത്തിൽ മർദ്ദനം ഉണ്ടാവാറുണ്ടോ? നിങ്ങൾ പഠിക്കാനൊക്കെ പോകുമ്പോ എന്താ സാഹചര്യം? പഠിക്കാനൊക്കെ പോകുമ്പോ ഇവന്മാരുടെ ക്രൂര മർദ്ദനം തന്നെ. ഞങ്ങള്
പുറത്തോട്ട് പോകുമ്പോൾ ഞാൻ കോളേജിലാണ് പഠിക്കണം. കോളേജിൽ പോകുന്ന സമയത്ത് എൻ്റെ ഒരു 10-20 പേര് പട്ടം പൂട്ടിയിടിക്കാനൊക്കെ വന്നിട്ടുണ്ട്. ആ സമയത്താണ് ഇവിടെ ഈ മർദ്ദനത്തിരിയായവൻ്റെ രക്ഷിതാക്കളൊക്കെ വന്ന് വള്ളത്തിന് വന്ന് ഞങ്ങളെ കൊണ്ടുപോയത്. അതാണ് ഈ ടോം ഇതൊരു ദ്വീപാണ്. അപ്പൊ കുട്ടികൾക്ക് പോയി വരാനൊക്കെ ഉള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ ജങ്കാർ സംവിധാനവും ബോട്ടും ഒക്കെ ഉള്ളു. അപ്പൊ ഈ കയറി വരുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇവര് ആക്രമിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഞാനിപ്പോ കുറച്ചു നേരത്തെ ഇവിടെ നിന്നപ്പോൾ ഇവരോട് പെരുമ്പളം പാലത്തെ കുറിച്ച് ചോദിച്ചു. അപ്പം അവർ പറയുവാണ്, പറയുന്ന കേട്ടാൽ നമുക്ക് സങ്കടം തോന്നും. അവർ പറയുവാണ്, അതായത് ജങ്കാർ ഉണ്ടെങ്കിൽ വരുന്നതിനൊരു സമയപരിധിയെങ്കിലും ഉണ്ട്, ഞങ്ങളുടെ കുട്ടികൾക്ക് അത്രയെങ്കിലും സുരക്ഷിതമായിട്ട് ഉറങ്ങാം. പാലമാണെങ്കിൽ അവർ വാഹനം വഴി വന്ന് ആക്രമിച്ചിട്ട് പോകുന്നു. അത്തരം മോശം സാഹചര്യമാണ്. ഈ നിയമ സംവിധാനങ്ങൾ ഇത്രയും നാൾ എവിടെയായിരുന്നു എന്നുള്ളതാണ്. മറ്റമ്മമാരോട് കൂടി നമുക്ക് ചോദിക്കാം, എന്താ നിങ്ങളുടെയൊക്കെ ഒരു ഭീതി എന്താണെന്ന് പറയുമോ? ഞങ്ങൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ മക്കൾ പുറത്തേക്ക് പോയാൽ തിരിച്ചു എപ്പോഴാ വന്നേന്നുള്ള ഒരു ആദിയിൽ തന്നെ ഞങ്ങൾ ഉറങ്ങണത്. ഉറങ്ങാറില്ല സത്യം പറഞ്ഞാൽ. ഇതുങ്ങൾ പുറത്തേക്ക് പോയി ഒരു ഉത്സവപ്പറമ്പിൽ പോയ പിന്നെ ഞങ്ങൾ അതുങ്ങൾ വരുന്നവരെയും ഫോൺ വിളിച്ചോണ്ടിരിക്കും, മക്കളെ നിങ്ങൾ എവിടെയാണ്, എന്താണ് ഇത്? ഇവർ വൈരാഗ്യ ബുദ്ധിയോടെയാണ് ഓരോ പ്രാവശ്യം ബുദ്ധിയോടുകൂടെ തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കണം. എത്ര പറഞ്ഞാലും ആ പിള്ളേർ ഒരു ആര് പറഞ്ഞാലും കേൾക്കണ പിള്ളേരല്ല. ഞങ്ങൾ ചെമ്മീൻകിള്ളിക്കൊണ്ട് നിന്നപ്പോഴത്തേനും ഇതുമാതിരി ടൈലിന്റെ പണി ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെറുക്കനെ തല്ലാനായിട്ട് പോലീസുകാരന്റെ വീട്ടിലാണ് വന്ന് അത്രയും ധൈര്യം കാണിച്ച ആ പിള്ളേര്. ഇവർ വന്ന് ആക്രമിച്ചു തല്ലാൻ വന്നിട്ട് അവരുടെ വീട്ടിൽ മതിലൊക്കെ ഉണ്ടായത് കാരണം ആ ചേട്ടൻ വേഗം മതിലൊക്കെ പൂട്ടി പിന്നെ പോലീസുകാരെയൊക്കെ വിളിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് അന്ന് ആ പിള്ളേര് അവനെ ഉപദ്രവിക്കാതെ പോയത്. അങ്ങനെ എപ്പോൾ വന്നാലും അതെ ഇതുങ്ങൾ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ചെയ്തിട്ടേ പോകുള്ളൂ. ഇതിപ്പോ ഇതിലിപ്പോഴേ പിന്നെ നിരന്തരം ഓരോ വീടുകളിലെയും കുട്ടികൾ ഈ അടുത്ത തലമുറ ഇങ്ങനെ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുവാണോ? പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ കുഞ്ഞുങ്ങൾക്ക് പേടിയാണ്. ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ അമ്മമാരിങ്ങനെ കാത്തിരിക്കുകയാണ്, എവിടെയാണ് നീ എന്തെടുക്കുകയാണ് അവിടെ, ഇങ്ങോട്ട് പോരി, ഇത്രയും രാത്രി ആയില്ല, അല്ലെങ്കിൽ പോകേണ്ട കാര്യമില്ല എന്നും പറഞ്ഞ് വരുമ്പോഴത്തേലും ഇതുങ്ങളെ കയറി അകത്ത് കയറി വാളച്ച് കഴിഞ്ഞാണ് അമ്മമാർ ഇറങ്ങണത്. അങ്ങനെ മിറ്റത്താണ് സാറേ, ഇവിടെയാണ് ഞങ്ങളുടെ തൊട്ട് വീട്. പക്ഷെ ഇതിപ്പോ ലാസ്റ്റ് ഈ ഒരു വാണിയായല്ലോ സാറേ, ഒരു കുട്ടി മരിക്കുന്ന സാഹചര്യമായി. ഇനി ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഞങ്ങൾ പറയുന്നത് ഈ സംഭവം ഇനി ഇവിടെ ഒരു വീട്ടിലുണ്ടാകാൻ പാടില്ല. ഇവന്മാർ നിയമത്തിൽ കൊണ്ടുവന്നാലും വെറുതെ ഇതാകണ്ട. അബിക്ക് എങ്ങനെ വേദനിച്ച അതുപോലെ എന്തെങ്കിലും ഒരു വേദന അവനും കിട്ടണം. അതാണ് ടോം ഇവർ പറയുന്നത്. അതായത് ഒരു നിസ്സഹായ അവസ്ഥയാണ് ഈ അമ്മമാരുടേത്. മക്കൾ പുറത്തേക്ക് പോയാൽ, കുട്ടികൾ പഠിക്കാൻ പോയാൽ തിരിച്ചു വരുമ്പോ, അല്ലെങ്കിൽ ഇവര് അടുത്തൊരു കല്യാണ വീടുണ്ടെങ്കിൽ ഇതിനകത്തൊരു കാര്യമുണ്ട്. ഇവർ പറയുന്നത് ആ 3 വർഷം മുമ്പ് ഉണ്ടായ സംഭവത്തിന്റെ പുറത്ത് വരുന്ന ഓരോ തലമുറയിലെ കുട്ടികളെയും ഈ പ്രദേശത്തെ കുട്ടികളാണെങ്കിൽ അവർ ആക്രമിക്കപ്പെടും എന്നുള്ള രീതിയിൽ ഈ നമ്മളുടെ ഈ പോലീസും നിയമ സംവിധാനങ്ങളും ഒപ്പം ഭരണസമിതിയും പഞ്ചായത്തും ഒക്കെ ഉള്ളൊരു സ്ഥലത്താണ് ഇത്രയധികം കുട്ടികൾ നമ്മളോട് കൂടെ ചേർന്ന് നിന്നും രക്ഷകർത്താക്കൾ കൂടെ ചേർന്ന് നിന്നും ഇങ്ങനെ ഒരു പ്രതിസന്ധി പറയുന്നത്. ഇവർ പരാതി കൊടുക്കാത്തവരല്ല, പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാത്തവരല്ല. പക്ഷേ ഈ നിയമ സംവിധാനങ്ങൾ തീർച്ചയായും ഈ അമ്മമാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കും ഇവർ പറയുന്ന കാര്യങ്ങൾക്കും അരക്ഷിതാവസ്ഥയുണ്ട്. വളരെ ഭീതിയോടെ കഴിയുന്ന ഒരു സാഹചര്യം. ഇത്രയും തുടർച്ചയായി വർഷങ്ങളായി സാമൂഹ്യ വിരുദ്ധർ, ലഹരി സംഘങ്ങൾ അവിടെ അഴിഞ്ഞാടിയിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസും ഭരണകൂടവും നടപടി സ്വീകരിക്കാത്തത് എന്നൊരു ചോദ്യം അവിടെ ബാക്കിയാകുന്നുണ്ട്. ശരണ്യ, എന്താണ് ഇവരുടെ അടുത്തൊരു തീരുമാനം? എന്താണ് ഈ വിഷയത്തിൽ? ഈ കുട്ടികൾക്ക് നേരെ ഇതേ രീതിയിൽ ആക്രമണങ്ങൾ പതിവായിട്ടും ഒരു യുവാവിന്റെ ജീവൻ പൊലിയുന്ന സാഹചര്യം ഉണ്ടായിട്ടും യാതൊരു നടപടിയും പോലീസ് ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. ഈ വിഷയത്തിൽ ഒരു ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമോ, അതോ ഈ രീതിയിൽ ഒരു വോട്ട് ബഹിഷ്കരിച്ചുകൊണ്ട് മാത്രമായിരിക്കുമോ ഇവരുടെ പ്രതിഷേധം? അതല്ലെങ്കിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാകും വരെ, അക്രമികൾക്കെതിരെ നടപടി സ്വീകരിക്കും വരെയും ഒരു ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനായിരിക്കുമോ ഈ നാട്ടുകാരുടെ തീരുമാനം? ശരണ്യ. ടോം, ഈ മരണം സംഭവിച്ച ദിവസം മുതൽ തന്നെ ഈ നാട്ടുകാർ, ഈ ഇപ്പോൾ കൂടിയിരിക്കുന്ന ഈ കുട്ടികളും നാട്ടുകാരും എല്ലാവരും, ഇവിടെ ഈ അമ്മമാരും എല്ലാം ഈ വീട്ടിൽ തന്നെയുണ്ട്. അവരുടെ കൂട്ടത്തിലുള്ള ഒരു കുട്ടി നഷ്ടപ്പെട്ടതിന്റെ വേദന എല്ലാവരുടെയും മുഖത്തുണ്ട്. ഒപ്പം തന്നെ കടുത്ത രോഷവും ഈ രക്ഷകർത്താക്കൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ സാമ്പത്തികമായൊന്നും അത്ര മുന്നോക്കം നിൽക്കുന്ന ആളുകളല്ല, സാധാരണ ജനവിഭാഗങ്ങളാണ് ഇവര്. ഇവരുടെ ഒരു ആശ്രയം എന്ന് പറയുന്നത് ഈ പഞ്ചായത്തും രാഷ്ട്രീയ നേതാക്കന്മാരും അവർ പറയുന്ന മാർഗനിർദ്ദേശങ്ങളും ഒക്കെയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ കൊടുത്ത പരാതികളും നിയമ സംവിധാനങ്ങൾക്ക് മുന്നിൽ ചെന്ന് നൽകിയ അപേക്ഷകളും ഒക്കെ പിന്നീട് ഒത്തുതീർക്കപ്പെട്ടു പോയി എന്നുള്ളത് തന്നെയാണ് വീണ്ടും ഈ സംഭവങ്ങൾ ആവർത്തിക്കാനായി ഇടയാക്കിയിട്ടുള്ളത്. പക്ഷേ ഇത് ഇപ്പോൾ ഒരു കടുത്ത പ്രതിഷേധത്തിന്റെ രൂപത്തിലേക്ക് ഈ രക്ഷകർത്താക്കളുടെ മാനസിക നില മാറുന്നു. അവരൊരു വോട്ട് ബഹിഷ്കരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ് അല്ലെ? എന്താണ് നിങ്ങളുടെ പ്രതിഷേധത്തിന് തുടക്കം?
ഞങ്ങള് ഇതിനൊരു ഈ ഇവൻ മരിക്കാനിടയായ കാരണം അവൻ തല്ലിച്ചതച്ചത് കൊണ്ടാണ്. ആ മാനസിക പീഡനത്തിലാണ് അബി ആത്മഹത്യ ചെയ്തത്. അതെ, അത് കൃത്യമായ ആത്മഹത്യ കുറിപ്പിലുമുണ്ട് അല്ലേ? ഉണ്ട്. അവന്റെ ഇനിയുള്ള തലമുറക്കെങ്കിലും അവന്റെ കൂട്ടുകാർക്ക് ഇനിയൊരു അവസരം ഇതുപോലത്തെ ഒരു അവസ്ഥ ഉണ്ടാകരുതെന്നാണ് അവൻ ആത്മഹത്യക്കുറിപ്പിൽ എഴുതിയേക്കണത്. അതുകൊണ്ട് ഇവനെ ചെയ്തവരില്ലേ എത്ര പേരുണ്ടോ അത്രയും പേര് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് എങ്കിൽ മാത്രം നാളെ കൊണ്ടുവരികയാണെങ്കിൽ, നാളെ വൈകുന്നേരം 6 മണി വരെ ഉണ്ട് വോട്ട്, ആ 6 മണിക്കുള്ളിൽ കൊണ്ടുവരികയാണെങ്കിൽ ഞങ്ങൾ വോട്ട് ചെയ്യും. പോലീസ് കേസെടുക്കുകയോ മറ്റു കാര്യങ്ങളോ ഈ മർദ്ദനത്തിനെ സംബന്ധിച്ച് യാതൊരുവിധ കേസും എടുത്തിട്ടില്ല അല്ലേ? കേസ് മറ്റേ ഈ റിപ്പോർട്ട് മാത്രമേ ഇപ്പൊ അവിടെ ഉള്ളു. പിന്നെ പരാതി നമ്മള് മറ്റേ ഇത് ആത്മഹത്യ ചെയ്തതിന്റെ പരാതി കൊണ്ട് കൊടുക്കുമല്ലോ, അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ എഫ്ഐആർ ഇട്ടോ? കേസ് എടുത്തോ? എന്തായാലും എഫ്ഐആർ ഇട്ടില്ലേ? എഫ്ഐആർ ഇട്ടെന്നാണല്ലേ പറഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞ അസ്വാഭാവിക മരണത്തിനല്ലാതെ തലേദിവസം അഭി മർദ്ദിക്കപ്പെട്ടതിനെ സംബന്ധിച്ചുള്ള പരാതിയോ കാര്യങ്ങളോ അത്തരം അന്വേഷണമോ നടന്നിട്ടുണ്ടോ പോലീസിന് ഭാഗത്തുനിന്ന്? പോലീസ് ഇവിടെ ഇന്നലെ വന്നായിരുന്നു. വന്നിട്ട് ആ പിള്ളേരുടെ വീട് അന്വേഷിച്ചാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നിട്ട് ഇവിടുന്ന് നമ്മുടെ കുട്ടിയാണ് കൊണ്ടുപോയി വീട് കാണിച്ചു. നിങ്ങൾ ഇവിടെ എത്ര പേരുണ്ട്? എത്ര പേരാണ് വോട്ട് ബഹിഷ്കരണത്തിലേക്ക് പോകുന്നത്? ഞങ്ങളൊരു 270 ജനങ്ങളുണ്ട്. ഇപ്പൊ അങ്ങനെ ചെയ്യരുതെന്നാണ്, 270 പേരും വോട്ട് ചെയ്യരുതെന്നാണ് നമ്മുടെ ആഗ്രഹം. എന്നാലും ഇപ്പൊ ഈ കാണുന്ന കുട്ടികളെല്ലാം ഇവർക്കെല്ലാം വോട്ടുള്ളവരല്ലേ? എല്ലാവരും ഉണ്ട്. നമ്മൾ അങ്ങനെ ആ ഒരു മുൻകരുതലാണ്. കാരണം ഇവനൊരു നിയമം കിട്ടണം. ഇവൻ ആ ചെയ്തവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നതിന്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ വോട്ട് ബഹിഷ്കരണം അടക്കമുള്ള കാര്യങ്ങൾ ഫലം കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു മാസ് പെറ്റീഷനുമായി മുന്നോട്ട് പോകാനാണോ? എസ് പിക്ക് ഞങ്ങൾ അപേക്ഷ ഉടനെ കളക്ടർക്ക് കൊടുക്കും, പരാതി കൊടുക്കും. അതാണ് അവര് പറയുന്നത്. അതാണ്. എന്തായാലും എല്ലാവരും അങ്ങനെയാണോ? എല്ലാവരും വോട്ട് ബഹിഷ്കരണം ഈ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നില്ല, അമ്മമാര് മൊത്തം ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നാട്ടുകാർ സൂചിപ്പിച്ചതുപോലെ അവർ വളരെ ഭയത്തോടു കൂടിയാണ് അവിടെ ജീവിക്കുന്നത്. ഭയം കൂടാതെ അവിടെ കഴിയാൻ, സ്വന്തം നാട്ടിൽ കഴിയാനുള്ള സാഹചര്യം ആ കുരുന്നുകൾക്കുണ്ടാകണം, വീട്ടുകാർക്കുണ്ടാകണം. എന്തായാലും ആ രക്ഷിതാക്കളുടെ, ഓരോ സ്ത്രീകളുടെയൊക്കെ മുഖത്ത് അവരുടെ വാക്കുകളിലൊക്കെ ഭയം നിഴലിക്കുന്നുണ്ട്. ശക്തമായ നടപടിയാണ് അക്രമികൾക്കെതിരെ പോലീസ് സ്വീകരിക്കേണ്ടത്. മാത്രമല്ല, അഭിരാം എന്ന യുവാവിന്റെ ആത്മഹത്യക്ക് കാരണമായത് ആരാണോ, ഈ യുവാവിനെ ആക്രമിച്ചതാരാണോ, അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ നമ്മുടെ ഭരണകൂടത്തിനും പോലീസിനും കഴിയണം.